ബ്രോ എങ്ങനെയുണ്ട് സിനിമ? അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് ലാലേട്ടൻ? ലാലേട്ടൻ പൊളിച്ചടക്കിയില്ലേ, വൈവാണ്. ഓണം തൂക്കോ? ഓണം തൂക്കും, പിന്നെയല്ലേ ഖലീഫ തൂക്കും, നാളെ ബദ്ലഹേമും തൂക്കും, എല്ലാം തൂക്കട്ടെ. പൊളിച്ചടിക്കോ? ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു പടം? ചേട്ടാ എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? അടിപൊളി പടം, അടിപൊളി അടിപൊളി. ക്ലൈമാക്സ് ഒക്കെ എങ്ങനെയുണ്ട്? പുള്ളി മറ്റേ രക്ഷയില്ല, തൂക്കി. ഓണം ഖലീഫ. ലാലേട്ടനാണോ മാസ്? ലാലേട്ടനല്ല, വേറെ ടീമുണ്ട് പടത്തില്, അത് പടം കാണണം. ഓക്കെ, ശരി എന്നാ. നല്ലോടോ. ബ്രോ എങ്ങനെയുണ്ട്? ചേട്ടാ എങ്ങനെയുണ്ട്? ബ്രോ രണ്ടു എങ്ങനെയുണ്ട്? പീക്കാണോ? പൊളിച്ചു, ഇക്കൊല്ലം കൊണ്ടുപോയി ഖലീഫ. ആണല്ലേ? പൊളി. എങ്ങനെയുണ്ട് നമ്മുടെ ലാസ്റ്റ് ഇൻട്രോ ഒക്കെ? എങ്ങനെയുണ്ട് ബ്രോ? പറഞ്ഞറിയിക്കാനല്ല, കാണണ്ട പടാ, ആണല്ലേ? മസ്റ്റ് വാച്ചാ. ഓണം തൂക്കും. ഓണം തൂക്കി അടിച്ച്. ഓ ചേച്ചി എങ്ങനെയുണ്ട്? രണ്ടു എങ്ങനെയുണ്ട്? ലാസ്റ്റ് ആണ്, എന്നാലും അടിപൊളിയായിട്ടുണ്ട്. വേറെ ആക്ഷൻ പടം കാണാം. ആണല്ലേ? ലാലേട്ടന്റെ ലുക്കൊക്കെ എങ്ങനെയുണ്ട്? കിടി ലുക്കല്ലേ, സൂപ്പറായിട്ട്. സൂപ്പർ പോലെ സൂപ്പർ, ഫാമിലിക്ക് പറ്റിയ പടമാണ്, അടിപ്പടം. നിങ്ങൾ ഫാമിലിയൊക്കെ ഏറ്റെടുത്തോ? ഫാമിലി ഏറ്റെടുത്ത് കഴിഞ്ഞ പടം. പൃഥ്വിരാജ് പൊളിച്ച്, മോഹൻലാലിന്റെ ക്യാമിയോ സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. വൈശാഖ് കംബാക്ക്. ലാലേട്ടന്റെ ലുക്കൊക്കെ എങ്ങനെയുണ്ട്? ഓഫ് പൊളിച്ച്, ലാല് കാസറി എല്ലാം പൊളിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. ബ്രോ എങ്ങനെയുണ്ട്? സൂപ്പർ രണ്ടു എങ്ങനെയുണ്ട്? ബ്രോ എങ്ങനെയുണ്ട്? നല്ല പടം, നല്ല പടം. ബ്രോ രണ്ടു എങ്ങനെയുണ്ട്? സീന് സീന് രണ്ടു എങ്ങനെയുണ്ട്? നിങ്ങളൊക്കെ ഏറ്റെടുത്തോ? ആ, അടിപൊളി പടം. നമ്മുടെ ലാലേട്ടൻ വന്നപ്പോ റേഞ്ച് മാറിയോ? അതെ അതെ, അടിപൊളി പടം. അടിപൊളി റിയലി നൈസ്. മോഹൻലാൽ വാസ് ടു ഗുഡ്. എങ്ങനെയുണ്ട്? ബിജിഎം ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാം അടിപൊളിയായിരുന്നു, റിയലി ഗുഡ്. ഒരു ഓണം വൈബ് തൂക്കാൻ പറ്റുന്ന സംഭവം ഉണ്ടോ? ഐ തിങ്ക് സോ. അടിപൊളി. ഓണം എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ട്? ലാലേട്ടൻ ഞെട്ടിച്ചോ? പടം നന്നായിരുന്നു, എങ്ങനെയുണ്ട്? ടോട്ടൽ അടിപൊളിയായിരുന്നു, കുഴപ്പമില്ല. എന്താണ് കൂടുതൽ ഇഷ്ടമായത്? അല്ല, ഓരോ സിനിമ നന്നായിരുന്നു, ആ ബിജിഎം ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. ലാലേട്ടൻ അതായത് കുറച്ചുണ്ടായിരുന്നു, പക്ഷെ അടിപൊളിയായിരുന്നു. മോഹൻലാലൊക്കെ തൂക്കി. ടോവിനോ ഉണ്ട്, ഷൗവിനുണ്ട്. നല്ല സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു, സെക്കൻഡ് ഹാഫ് നൈസ് ആയിരുന്നു. ലാലേട്ടൻ വന്ന തിയേറ്റർ കുരുങ്ങി. പടം തൊണ്ട പോയിരിക്കാ കൂവിട്ട്. കത്തിച്ചു ബ്രോ. ചേട്ടാ ഒന്നും പറയില്ല, സെക്കൻഡ് ഹാഫ് അടിപൊളി, അടിപൊളി. ലാലേട്ടന്റെ കിഡ്ലെൻട്രി നല്ല പടമാണ്. നോർമലി എന്തായാലും മോഹൻലാലിനെ പോലെ അത്ര വലിയ ആക്ടർ വരുമ്പോൾ ആ ഒരു ഇതുണ്ടാവുമല്ലോ. കുഴപ്പമില്ല, നല്ല പടമാണ്, അടിപൊളി പടം. എല്ലാവരും നല്ല പോലെ ചെയ്യും. ക്യാമിയോണ് ഏറ്റവും ബെസ്റ്റ്. ക്യാമിയോയുടെ സീന് അത്ര അത് എനിക്ക് ബെത്ലഹേമിലാണ് കുറച്ചും കൂടെ ഹോപ്പ്. അത് ചിലപ്പോ മാസ് ലെവൽ പടം ഇത് തന്നെ ആയിരിക്കുമല്ലോ. അതെ അതെ, മാസായിട്ട് ഫാമിലി കമേഴ്ഷ്യൽ ആയിട്ട് ഇത് അടിപൊളിയാണ്. നല്ല പെർഫോമൻസ് എങ്ങനെയുണ്ട്? ലാലേട്ടൻ ലുക്കൊക്കെ അടിപൊളി. സൂപ്പർ, കൊള്ളാതെ കൊള്ളാം. സെക്കൻഡ് ഹാഫ് കൊള്ളാം, സൂപ്പർ. എങ്ങനെയുണ്ട്? ലാലേട്ടനാണോ മിനിച്ചേ? ആ ലാസ്റ്റ് സൂപ്പർ. പിന്നെ പടം പൊളിച്ചടിക്കും. അങ്ങനെ ലാലേട്ടന്റെ ലുക്കാണ് ഇഷ്ടപ്പെട്ടത്? ലാലേട്ടന്റെ ലുക്ക കൊള്ളാം, ലാലേട്ടൻ തകർത്ത്. റൊമാൻസിഫിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം അടിപൊളിയായിട്ടുണ്ട്. വൈശാഖേട്ടനൊക്കെ ഒരു സല്യൂട്ട് ചെയ്യണം, കാരണം അടിപൊളിയായിട്ടുണ്ട്. ഇതൊരു തിയേറ്ററിക് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പം എന്തായാലും പോയി കാണാമെന്നുള്ളതാണ്. കാരണം ഇങ്ങനെയൊക്കെ അപൂർവമൊക്കെ സംഭവിക്കുള്ളൂ. ഇത് അങ്ങനെ വെച്ചിട്ട് കാണൂടെ, വെറുതെ നല്ലൊരു എന്റർടൈനർ ആയിട്ട് തന്നെ കാണണം. ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ വൈശാഖേട്ടൻ ഡയറക്ടർ പോയി വൈശാഖ് എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, അതിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ആളുകൾ ഇത് എങ്ങനെ എടുക്കാന്ന് അറിയില്ല, എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ട് സംസാരിക്കും. ബിജിഎം